ക്യാമറേ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നോർമൽ കോക്കാണോ അതോ ഡയറ്റ് കോക്കാണോ നല്ലതെന്നുള്ളത്. നമുക്കൊന്ന് നോക്കിക്കളയാം. നോർമൽ കോക്ക് 473 ml ആണ്. ഇത് 190 കലോറിയാണ്. ഇതിൽ ഉള്ളത് 52 ഗ്രാം ഓഫ് ഷുഗർ ആണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന പെർ ഡേ ഷുഗർ ഇൻടേക്കിനേക്കാളും 140% കൂടുതലാണ് ഈ ഒരു ഒറ്റ ക്യാനിലുള്ളത്. നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പിന്നീട് ഫാറ്റ് ആയിട്ട് മാറും. ഡയറ്റ് കോക്കിലോട്ട് വരാം. ഇത് ഓൾവേസ് എ ബെറ്റർ ഓപ്ഷൻ ആണ്. കാരണം ഇതില് ഷുഗറിന് പകരം അടങ്ങിയിരിക്കുന്നത് ആസ്പാരറ്റൈം ആണ്. WHO ലിമിറ്റ് പ്രകാരം നമ്മുടെ പെർ ഡേ ഷുഗർ ഇൻടേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഡയറ്റ് കോക്ക് മാത്രം കുടിക്കുകയാണെങ്കിൽ 13 to 17 ക്യാൻസ് നിങ്ങൾ കുടിക്കണം. ഒരു ഡയറ്റ് കോക്ക് ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി ഷുഗർ ഇൻടേക്കിന്റെ 5 to 6% ആകുന്നുള്ളൂ. ഇനി നിങ്ങൾ ചൂസ് ചെയ്യുക നോർമൽ കോക്ക് വേണോ അതോ ഡയറ്റ് കോക്ക് വേണോ എന്നുള്ളത്. അപ്പൊ ഗൈസ്, ഞാൻ എന്തായാലും നോർമൽ കോക്ക് ഒഴിവാക്കിയിട്ട് ഡയറ്റ് കോക്ക് ഇൻക്ലൂഡ് ചെയ്യാണ്. പിന്നെ ഇത് ഒരിക്കലും ഒരു ജസ്റ്റിഫിക്കേഷനോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. എപ്പോഴും രണ്ടും ബെറ്റർ ആണെന്നല്ല. നമ്മൾ നോർമൽ കോക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡയറ്റ് കോക്കാണ് മച്ച് ബെറ്റർ. ഏറ്റവും ബെസ്റ്റ് എപ്പോഴും പച്ചവെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് തന്നെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. സെയിലർ ഫിറ്റ് ഫുഡി. ബൈ.